നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ യൂറോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആസ്ട്രം മെഡിസിറ്റിയിലെ പീഡിയാട്രിക് സർജറി ആൻഡ് പീഡിയാട്രിക് യൂറോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കിരൺ വി ആർ ആണ് നമ്മുടെ അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. നമസ്കാരം ഡോക്ടർ, ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്താണ് പീഡിയാട്രിക് യൂറോളജി? പീഡിയാട്രിക് യൂറോളജി പീഡിയാട്രിക് സർജറിയുടെ ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ്. അതായത് നമ്മൾ കിഡ്നി ആൻഡ് യൂറിനറി ട്രാക്ട് ലുള്ള സർജിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ് പീഡിയാട്രിക് യൂറോളജി. അതായത് വൃക്കയും പിന്നെ നമ്മുടെ ജനനേന്ദ്രിയവും പിന്നെ നമ്മുടെ യൂറിനറി ട്രാക്ട്, ബ്ലാഡർ, യൂറിറ്റ് മുതലായ ഏരിയയിൽ വരുന്ന സർജിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ് പീഡിയാട്രിക് യൂറോളജി. അതുപോലെ തന്നെ ഈ യൂറോളജി പീഡിയാട്രിക് സർജൻ എന്ന നിലയിൽ താങ്കളോട് ഞാൻ ചോദിക്കട്ടെ, അതായത് ഈ കുട്ടികളിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള യൂറോളജിക്കൽ കണ്ടീഷൻസ് ഏതൊക്കെയാണ്? കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ബേസിക്കലി ന്യൂ ബോൺ മുതൽ 18 ഇയർ ഓൾഡ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ പീഡിയാട്രിക് സർജറി വിഭാഗം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതില് ഈ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഈ ആന്റിനേറ്റൽ സ്കാൻ, അതായത് നമ്മളുടെ മദറിന്റെ സ്കാൻ ചെയ്യുമ്പോൾ തൊട്ട് തന്നെ കണ്ടുവരുന്ന ഒരു കണ്ടീഷന്റെ ഫെർദർ ആയിട്ടുള്ള വർക്കപ്പ് ആണ് മെയിൻ ആയിട്ട് പീഡിയാട്രിക് യൂറോളജിയിൽ വരുന്നത്. അതായത് ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം നമ്മളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഒക്കെ ആയിട്ടുള്ള ആന്റിനേറ്റൽ സ്കാനിൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. അതായത് കിഡ്നിയിൽ യൂറിൻ കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ അതായത് കിഡ്നിയിൽ നിന്ന് യൂറിൻ ഉണ്ടായിട്ട് അത് ബ്ലാഡറിൽ വന്ന് നമ്മുടെ യൂറിൻ ട്യൂബ് വഴി പുറത്തോട്ട് പോകുന്ന ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ തടസ്സമുണ്ടായാൽ അത് നമുക്ക് ഈ യൂറിൻ അവിടെ കെട്ടി നിൽക്കുകയും അത് ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറഞ്ഞുള്ള ഒരു കണ്ടീഷനായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അതിൽ നമുക്ക് കിഡ്നിയുടെ പുറത്ത് ഉള്ള ഒരു ബ്ലോക്ക് ഉണ്ട്, അതിന് നമ്മൾ പെല്വിയൂറിട്രിക് ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയും. പിന്നെ ബ്ലാഡറിനോട് ചേർന്ന സ്ഥലത്ത് വരുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്, അത് വെസിക്യൂറിട്രിക് ജംഗ്ഷൻ എന്ന് പറയും. പിന്നെ യൂറിൻ ഒഴിക്കുന്ന ഭാഗത്തുള്ള ബ്ലോക്ക് ഉണ്ട്, അതിന് പോസ്റ്റീരിയർ യൂറിട്രൽ വാൽവ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. അങ്ങനെ ഒരു 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 സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വരുന്ന വൃഷ്ണ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട്, വൃഷ്ണ ഇറങ്ങി വരാത്ത കണ്ടീഷൻ. പിന്നെ ഉള്ളത് നമ്മളുടെ യൂറിൻ ഒഴിക്കുന്ന ഹോള് പെനിസിന്റെ പല ഭാഗങ്ങളായിട്ട് ഓപ്പൺ ചെയ്യും. സാധാരണ അത് ടിപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നത്, അതിന് പകരമായിട്ട് അത് കുറച്ച് ബാക്കിലോട്ട് വരാം. അപ്പൊ അതിന്റെ റീകൺസ്ട്രക്ഷൻ മുതലായ സർജറീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പീഡിയാട്രിക് യൂറോളജിയിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു ചെറിയൊരു സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ബാക്കി നമുക്ക് ഫർദർ ഡിസ്കഷനിൽ നമുക്ക് ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അത് സാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ. അതിപ്പോൾ കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ കാണപ്പെടുന്നതുമാണ്. അത് കുട്ടികളിലും കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതിനൊരു പ്രത്യേക റീസൺ അങ്ങനെ പറയാനുണ്ടോ? അതുപോലെ തന്നെ അത് വരാതിരിക്കാൻ എന്തെങ്കിലും പ്രിവെൻഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടോ? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സാധാരണ നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് ഒരു പീഡിയാട്രിക് മെഡിക്കൽ കണ്ടീഷനാണ്. പക്ഷെ ഒരു സർജൻ അതിൽ റോൾ വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നമ്മൾ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് കൾച്ചറിൽ പോസിറ്റീവായിട്ട് നല്ല ഹൈ ഫീവർ ആയിട്ട് ഒരു കുട്ടിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. ഒരു പീഡിയാട്രിക് സർജന്റെ അല്ലെങ്കിൽ പീഡിയാട്രിക് യൂറോളജിസ്റ്റിന്റെ അടുത്ത് പോയി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റീനൽ ട്രാക്ടിന്റെ കൺജനിറ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കാരണമായിരിക്കാം ആ കുട്ടിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നത്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ഞാൻ ഈ മുകളിൽ പറഞ്ഞ ഹൈഡ്രോനെഫ്രോസിന്റെ ഒരു കോസാണ്. പക്ഷെ ബ്ലോക്ക് പോലെ ഒബ്സ്ട്രക്ഷൻ പോലെ അത്ര കോമൺ ആയിട്ടുള്ള കണ്ടീഷൻ അല്ല. പക്ഷെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതിന്റെ ഭൂരിഭാഗം ചെറിയ കുട്ടികൾ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു 1-2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് ഈ വെസിക്കോ യൂറിട്രിക് റിഫ്ലക്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മുടെ ബ്ലാഡറിൽ നിന്ന് സാധാരണഗതിയിൽ യൂറിൻ പുറത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ കിഡ്നി വളരെ സ്റ്റെറൈൽ ആയിട്ടുള്ള ഏരിയയും ബ്ലാഡറിൽ കുറച്ച് ബാക്ടീരിയ ഓർഗാനിസംസിന്റെ പ്രസൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഒഴിക്കുന്ന കാരണം നമ്മുടെ ബ്ലാഡറിൽ ബാക്ടീരിയക്ക് വളരാനുള്ള അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പൊ ഈ റിഫ്ലക്സ് വരുമ്പോൾ ഇത് തിരിച്ച് കിഡ്നിയിലോട്ട് കയറും. അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ടൈം ഇതിങ്ങനെ കയറി ഇറങ്ങി നമ്മുടെ സ്റ്റെറൈൽ ആയിട്ടുള്ള കിഡ്നിയിലോട്ട് ഈ ഓർഗാനിസത്തിന്റെ പ്രസൻസ് കൂടുകയും ഒരു നമ്മൾ റഫായിട്ട് പറയുകയാണെങ്കിൽ ഒരു മോർ ദാൻ 1 lakh ഉള്ള ഒരു സ്പെസിഫിക് ഈക്കോളൈ, ക്ലെപ്സിയെല്ല, പ്രോട്ടീസ് അങ്ങനെ പല ബാക്ടീരിയകളും കാണാം. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരും, നമ്മൾ സാധാരണ അഡൾട്ടിനെ പോലെ അത് ട്രീറ്റ് ചെയ്യുന്നു, നമ്മൾ അത് ട്രീറ്റ് ചെയ്ത് വിടുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കിഡ്നീനെ ബാധിക്കുകയും കിഡ്നിയുടെ ഫംഗ്ഷൻ വരെ താഴെ പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതാണ് ഈ ചെറിയ കുട്ടികളുടെ. എന്നാൽ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ, അതായത് ഞാൻ പറയുന്നത് വലിയ കുട്ടികൾ, നമ്മൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന കുട്ടികൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതിന്റെ കാരണം ബേസിക്കലി നമ്മൾ അഡൽട്ടിൽ ഉണ്ടാവുന്ന പോലെ തന്നെയാണ്. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് വെള്ളം കുടിക്കാതിരിക്കുക,
യൂറിൻ ഹോൾഡ് ചെയ്യുക, പിന്നെ മോഷൻ കറക്റ്റ് ആയിട്ട് പോവുക. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബവലും ബ്ലാഡറും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ, സിങ്ക്രണൈസ് ആയിട്ട് പ്രവർത്തിച്ചാലേ ഇത് രണ്ടിനും അപകടം ഇല്ലാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരു കുട്ടിക്ക് ബ്ലാഡറിൽ യൂറിൻ റീറ്റെയിൻ ചെയ്യാനും യൂറിനറി ഇൻഫെക്ഷൻ വരാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ കുട്ടികൾക്ക് പൊതുവെ നമ്മൾ പെൺകുട്ടികളിലേക്കാണ് ഇത് കാണുന്നത്. കാരണം സ്കൂളിൽ അവർക്ക് നമ്പർ ഓഫ് ടോയ്ലറ്റ്സ് കുറവായിരിക്കും, അല്ലെങ്കിൽ ആൾക്കാർ കൂടുതലായിരിക്കും, വൃത്തി ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഗേൾസ് ആണ് പ്രത്യേകിച്ച് ഈ ഒരു ട്രാപ്പിൽ പെടുന്നത്. അപ്പൊ അവര് യൂറിൻ ഒഴിക്കാതെ ഹോൾഡ് ചെയ്യും. അപ്പോൾ അത്രയും ടൈം ബാക്ടീരിയക്ക് ബ്ലാഡറിൽ കിട്ടുകയും കുറച്ച് കഴിയുമ്പോൾ സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു ബ്ലാഡർ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഒരു ലോവർ യൂറിനറി ട്രാക്ട് കണ്ടീഷൻ ആയിട്ടാണ് അവർക്ക് പ്രസന്റ് ചെയ്യുക. അപ്പൊ വലിയ കുട്ടികളിൽ അതൊരു ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും ചെറിയ കുട്ടികളിൽ അത് അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനുമാണ് കൂടുതലായിട്ട് പ്രസന്റ് ചെയ്യുക. അപ്പൊ കൺജനിറ്റൽ അനോമലീസ് ഇതിന്റെ കൂടെ ഉണ്ടോ എന്നുള്ളത് വളരെ ചെറിയ കുട്ടികളിൽ യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ വളരെ കാര്യമായിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും അത് ശ്രദ്ധയോടുകൂടി അതിനെ കാണുകയും വേണം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ വെള്ളം കുടിക്കാതിരിക്കുമ്പോഴാണ് മെയിനായിട്ടും വരുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ മോഷൻ പോയില്ലെങ്കിലും ഒരു യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് അത്രയും ഗുരുതരമായ ഒരു കാര്യമാണല്ലോ. അതുപോലെ തന്നെ ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് ഈ ചൂട് കാലമൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ വെള്ളം കുടിക്കുന്നതും ഒക്കെ കുറവായി കഴിഞ്ഞാൽ ഇത് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണല്ലോ. അതുപോലെ തന്നെ ഈ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടാകുന്നത്. അതെന്തുകൊണ്ടാണ് കാരണം? ഇടയ്ക്കിടയ്ക്ക് യൂറിൻ അതും ഇതുകൊണ്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാഡറിന് ഈ ഇൻഫെക്റ്റഡ് യൂറിൻ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ്. അപ്പോഴാണ് ബ്ലാഡർ കുറച്ചൊരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രീക്വന്റ് യൂറിനേഷൻ ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ നമ്മൾ ഒരു കാരണമായിട്ട് പറയാൻ കാരണം ഇതുകൊണ്ടാണ്. കാരണം ഇൻഫെക്റ്റഡ് യൂറിൻ ഇരുന്ന് കഴിയുമ്പോൾ ബ്ലാഡറിന്റെ വാളിൽ ഇറിറ്റേറ്റഡ് ആവുകയും കുട്ടി ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഒഴിക്കാനുള്ള ഒരു സിംറ്റം കാണിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് മോഷനുള്ളപ്പോഴും. വളരെ ഹാർഡ് ആയിട്ടുള്ള സ്റ്റൂൾസ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ നമ്മുടെ ബ്ലാഡറിന്റെ ബാക്കിൽ ഇത് അക്യുമുലേറ്റ് ചെയ്യുകയും ഇതും ബ്ലാഡറിനെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ വളരെ ബേസിക് ആയിട്ട് മറ്റൊരു സംശയം ചോദിക്കട്ടെ, ഈ കുട്ടികളിൽ ഈ കുഞ്ഞുങ്ങളിൽ എത്ര സമയം മുതലാണ് ഈ യൂറോളജിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത്? അത് വളരെ നവജാത ശിശുക്കൾ ഉൾപ്പെടെ അത് കണ്ടു തുടങ്ങാനാണോ സാധ്യതയുള്ളത്? അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു വയസ്സിന് ശേഷം അങ്ങനെ നമുക്ക് പറയാനുണ്ടോ? ഒരു ഏജ് നമുക്ക് പറയാനുണ്ടോ? ഇതിൽ ഏജ് വൈസ് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പൊതുവെ എല്ലാ യൂറോളജി കണ്ടീഷൻസും സാധാരണ നമ്മൾ പറയാ മോസ്റ്റ്ലി അത് ആന്റിനേറ്റലി ഒരു ചെറിയൊരു ഒരു കണക്ഷൻ ഉണ്ടാവും. ചില കണ്ടീഷൻസ് നമുക്ക് പുറത്തു വന്നിട്ടാണ് അത് പ്രസന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലത്തെ ഈ ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്ന ഒരു പ്രസന്റേഷൻ, അത് ബേസിക്കലി യൂറോളജി കണ്ടീഷൻസിന്റെ ഒരു പ്രസന്റേഷൻ ആണ് ഹൈഡ്രോനെഫ്രോസിസ്. ഇപ്പൊ ഞങ്ങള് ഈ പീഡിയാട്രിക് നെഫ്രോളജിയും പീഡിയാട്രിക് യൂറോളജിസ്റ്റ് ഒക്കെ പറയുന്ന ഒരു കാക്കുട്ട് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് കൺജനിറ്റൽ അനോമലീസ് ഓഫ് കിഡ്നി ആൻഡ് യൂറിനറി ട്രാക്ട്. ഇതിന്റെ ഒരു ടിപ്പ് ഓഫ് ഐസ്ബർഗ് ആണ് ഈ ഹൈഡ്രോനെഫ്രോസിസ്. അപ്പൊ ഈ ഹൈഡ്രോനെഫ്രോസിസ് ഉള്ള ഒരു കുട്ടിക്ക് അപ്പം മുതലേ നമ്മള് ഇതിങ്ങനെ ഫോളോ അപ്പിൽ വെക്കണം. പക്ഷെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 80-85% കുട്ടികളിലും ഇത് തന്നെ റിസോൾവ് ആയി പോകും. അപ്പൊ വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പുറത്ത് വന്നിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിലൊരു കോമൺ കണ്ടീഷൻ ആണ് ഈ പെൽവിയൂറിട്രിക് ജംഗ്ഷൻ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് കിഡ്നിന്ന് ഒരു യൂറിൻ പുറത്ത് വന്ന് നമ്മുടെ യൂറിറ്റർ എന്ന് പറഞ്ഞ ട്യൂബുമായിട്ട് കണക്ട് ആവുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഒരു ചെറിയൊരു ചുരുക്കം സംഭവിക്കും. അപ്പോൾ ഈ കിഡ്നിയുടെ ഉള്ളില് യൂറിൻ കെട്ടി നിൽക്കുകയും അതിന്റെ ബാക്ക് പ്രഷർ കിഡ്നിയിലോട്ട് വരികയും അത് കിഡ്നീനെ പതുക്കെ അതിന്റെ പാരൻകൈമ എന്ന് പറയുന്ന അതിന്റെ ആ ഒരു എന്താ പറയാ നമ്മുടെ ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഭാഗത്തിനെ അതിൽ കംപ്രസ് ചെയ്ത് അതിനെ തിന്നാക്കി കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ അത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ കിഡ്നിയുടെ ഫംഗ്ഷൻ താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സർജറി കുട്ടികളിൽ. അതായത് നമ്മൾ പൈലോപ്ലാസ്റ്റി എന്ന് പറയും. അത് നമുക്ക് ലാപ്രോസ്കോപ്പിക് ആയിട്ടും ചെയ്യാം. നമുക്ക് ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ട് റോബോട്ടിക് സർജറീസ് അതിന് നമ്മൾ അവൈലബിൾ ആണ്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ആ ഒരു ബ്ലോക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ കിഡ്നീനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ ഏജ് ചോദിക്കുകയാണെങ്കിൽ വളരെ നേരത്തെ മുതൽ തന്നെ യൂറോളജി കണ്ടീഷൻസ് പ്രസന്റ് ചെയ്യാം. പക്ഷെ അതൊരു സർജിക്കൽ കറക്ഷൻ വരുന്നത് പല ഘട്ടത്തിലായിരിക്കും. ഇപ്പം യൂറിനറി ഇൻഫെക്ഷൻ റിഫ്ലക്സ് എന്നൊക്കെ പറയുന്ന വെസിക്കുലർ റിഫ്ലക്സ് ഒരു പക്ഷേ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക. ആ സമയം ഹൈഡ്രോനെഫ്രോസിസ് ചില കുട്ടികൾക്ക് വളരെ വലിയ പെൽവിസുമായിട്ട് പ്രസന്റ് ചെയ്യും. ചിലപ്പോൾ ഒരു 30 mm പ്ലസ് പെൽവിസ് ആയിട്ടൊക്കെ പ്രസന്റ് ചെയ്യാൻ ഒരുപക്ഷെ നമുക്ക് ചിലപ്പം വളരെ നേരത്തെ, അതായത് 1 to 2 monthsലോ അല്ലെങ്കിൽ ലെസ് ദാൻ 3 monthsലോ ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ചില ഹൈഡ്രോനെഫ്രോസിസ് വളരെ സ്ലോ ആയിട്ടായിരിക്കും അത് പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ഒരു പീഡിയാട്രിക് സർജന്റെ അടുത്തോ പീഡിയാട്രിക് യൂറോളജിസ്റ്റിന്റെ അടുത്തോ പോയി സ്കാൻ ചെയ്ത് എല്ലാ 3 മാസവും നമ്മൾ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്ത് നമ്മൾ നോക്കും. അങ്ങനെ ചിലപ്പോൾ അത് പതുക്കെ ആയിരിക്കും പ്രോഗ്രസ് ചെയ്യുക. 10 mm, 15 mm, 20 mm, അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ പതുക്കെ ഈ റീനോഗ്രാം ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റിന്റെ അത് ചെയ്ത് നോക്കുന്നു. കിഡ്നിയുടെ ഫംഗ്ഷൻ കുറയുകയാണെങ്കിൽ നമ്മൾ സർജറിയിലോട്ട് പോകുന്നു. പിന്നെ ഉള്ളത് ഞാൻ ഈ പറയുന്ന പോലെ വൃഷ്ണത്തിന്റെ ഒരു കണ്ടീഷനാണ്. അതും സാധാരണ നമ്മുടെ ആൾക്കാർ അത് കണ്ടുവരുന്നതാണ്. കാരണം
ഒരു സൈഡിലുള്ള വൃഷ്ണം താഴെ വരാതിരിക്കുക ആൺകുട്ടികളിൽ. ആ കണ്ടീഷൻ നമ്മൾ ജന്മനാ കാണാറുണ്ട്. പക്ഷെ അത് നമ്മൾ 6 മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. 6 മാസം കഴിഞ്ഞിട്ട് അത് സ്റ്റിൽ അബ്ഡമൻ, അതായത് വയറിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ലാപ്രോസ്കോപ്പിക് സർജറി വഴി ഒരു അത് കറക്റ്റീവ് സർജറി ചെയ്യണം. കാരണം 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയറിന്റെ ഉള്ളിൽ അത് ഇരുന്ന് കഴിഞ്ഞാൽ വയറിന്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പൊ അത് ഫ്യൂച്ചറിൽ നല്ലൊരു സ്പേംസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിൽ ചില ക്യാൻസറസ് ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയം അത് താഴേക്ക് ഇറങ്ങി നമ്മുടെ ഒരു കനാൽ എന്ന് പറയും, ഇൻഗ്വൈനൽ കനാലിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 1 ഇയർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ അത് കുട്ടി ഓടാനും ചാടാനൊക്കെ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതാണ് ഈ വൃഷ്ണസഞ്ചിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ഇനി ഞാൻ പറഞ്ഞ പോലെ പെനിസിന്റെ ഹോള് ബാക്കിലോട്ട് വരുന്നത്, അതും നമുക്ക് ജന്മനാൽ തന്നെ കാണുന്ന ഒരു കണ്ടീഷനാണ്. ഞങ്ങളുടെ ഭാഷയിൽ അതിനെ ഹൈപ്പോസ്പെഡിയസ് എന്ന് പറയും. അപ്പൊ അതിലാകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ മുസ്ലിം കുട്ടികളാണെങ്കിൽ നമ്മൾ അവർക്കെല്ലാം നമ്മൾ സർക്കംസിഷൻ, അതായത് സുന്നത്ത് നമ്മൾ വളരെ നേരത്തെ ചെയ്യും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ യൂറിന്റെ ഹോള് ബാക്കിലായിട്ട് ജനിക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മൾ ഈ സുന്നത്ത് ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ആ സ്കിന്നാണ് ഞങ്ങൾക്ക് ഈ ട്യൂബ് റീകൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യം. അപ്പൊ അതും ഞങ്ങൾ 1 ഇയർ ഒക്കെ കഴിയുമ്പോഴാണ് ഇതിന്റെ റിപ്പയർ ചെയ്യുക. അത് ചിലപ്പോൾ ഒറ്റ സ്റ്റേജിൽ ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റേജിൽ ചെയ്യാം. ഈ റിഫ്ലക്സിന്റെ സർജറി അങ്ങനെ തന്നെയാണ്. അതായത് ഒരു കുട്ടിക്ക് ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മെഡിക്കൽ മാനേജ്മെന്റ് ശരിയാവുന്നില്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഈ റീംപ്ലാന്റേഷൻ എന്ന് പറയും, യൂറിട്രിക് റീംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ശസ്ത്രക്രിയയിലോട്ട് നമുക്ക് ഇതുപോലെ തന്നെ വെസിക്കോസ്കോപ്പിക് ആയിട്ടോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് മെജോറിറ്റി ഓഫ് ദ കണ്ടീഷൻ നമുക്ക് ജനിക്കുന്ന സമയം തൊട്ടേ അത് സ്റ്റാർട്ടിങ് ഉണ്ടാവും. പക്ഷെ ബാക്കി പല കണ്ടീഷൻസും നമുക്ക് ചിലപ്പോൾ ലേറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. സർജിക്കൽ കറക്ഷൻ ഡിപ്പെൻസ്, അത് ഒരു കുട്ടിക്ക് ഒരു സമയത്ത് ചെയ്യണമെങ്കിൽ മറ്റേ കുട്ടിക്ക് ആ സമയത്ത് തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ സർജിക്കൽ ടൈം വേരീസ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കണ്ടീഷന്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ, ഹൈഡ്രോനെഫ്രോസിസ് കാണുകയാണ്, അല്ലെങ്കിൽ വൃഷ്ണം താഴേക്ക് വരാതിരിക്കുകയാണ്, അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വരികയാണ്, ഇതൊക്കെ ആണെങ്കിൽ ഉടനെ തന്നെ നമ്മളൊരു പീഡിയാട്രിക് സർജന്റെ ഒരു അഡ്വൈസ് തേടേണ്ടതാണ്. അതിനർത്ഥം അപ്പൊ തന്നെ സർജറി ചെയ്യുന്നതല്ല. അപ്പൊ ഈ ഒരു കാര്യം കൂടി ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ഈ സർജൻസിനോട് പൊതുവെ ആൾക്കാർക്ക് പേടിയാണ്, പീഡിയാട്രിക് സർജൻസിനോട് വളരെ പേടിയാണ്. ബിക്കോസ് ഞങ്ങള് കുട്ടികളെ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ജനത്തിനുള്ളൊരു തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് അങ്ങ് വരുമ്പോൾ തന്നെ നമ്മൾ പിടിച്ചങ്ങ് സർജറി ചെയ്യുന്നതാണ്. അങ്ങനെയല്ല. മോസ്റ്റ് ഓഫ് ദ പീഡിയാട്രിക് കണ്ടീഷൻസ് ആർ കൺജനിറ്റൽ. അപ്പൊ അതില് മാലിഗ്നൻസി, അതായത് ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻസും വളരെ കുറവാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് എല്ലാം നമ്മൾ ഉടനെ പിടിച്ച് സർജറി ചെയ്യുന്നതല്ല, അതിൻ്റെതായ ഒരു ടൈം പീരീഡിലാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞത് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഈ പറഞ്ഞതുപോലെ ഈ സർജറി അല്ലെങ്കിൽ ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അത് ഇത്തിരി പേടിയുള്ള കാര്യമാണ്. നമുക്കറിയാം, ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഏതൊരു അസുഖം വരുമ്പോഴും അവരുടെ മാതാപിതാക്കളാണത് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കാണ് അത് പെട്ടെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഈ യൂറോളജിക്കൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ കുട്ടികൾ ചിലപ്പോൾ മൂത്രമൊഴിക്കുന്ന കാര്യമായാലും അല്ലെങ്കിൽ പിടിച്ചു വെക്കുന്നതായാലും അതൊന്നും കുട്ടികൾ ചിലപ്പോൾ പറയില്ല. അതല്ലെങ്കിൽ കളിക്കുന്നതിൻ്റെയൊക്കെ ഒരു തിരക്കിൽ അവർ ചിലപ്പോൾ മൂത്രമൊഴിക്കാൻ പോവില്ല. അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ നമുക്കുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് പ്രധാനമായിട്ട് എന്തൊക്കെ തരത്തിലുള്ളൊരു സിംറ്റംസ് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നോർമലായിട്ട് ഏതൊക്കെ തരത്തിലുള്ളൊരു സിംറ്റംസ് വരുമ്പോഴാണ്? അപ്പൊ അതില് ആദ്യം തന്നെ ഞാൻ പറയാം, നമ്മൾ ഒരു കാര്യം എന്താ വെച്ചാല്, നമുക്ക് കുട്ടികൾ പൊതുവെ നമ്മൾ എടുത്ത കാര്യങ്ങളൊന്നും പറയില്ല. അപ്പൊ നമ്മൾ കുറച്ച് വിജിലന്റ് ആയിരിക്കണം എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പൊ ഈ ഹൈഡ്രോനെഫ്രോസിസ് ആയിട്ടുള്ള പാരന്റ്സ് വരുമ്പോൾ അവരെപ്പോഴും പറയണത് എന്താണെന്ന് വെച്ചാൽ, കുട്ടി യൂറിൻ ഒഴിക്കുന്നുണ്ട് എന്നാ പറയാം. അപ്പൊ ഈ ബ്ലോക്ക് എന്ന് ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ബ്ലോക്ക് അല്ല. അപ്പൊ ഒരു കിഡ്നിയിലെ ബ്ലോക്ക് ഉള്ളൂ. അപ്പൊ മറ്റേ കിഡ്നി കൂടെ യൂറിൻ വന്ന് ബ്ലാഡറിലോട്ട് വരുന്നു, ഈ കിഡ്നിയിൽ നിന്നും അത്യാവശ്യം യൂറിൻ ഡ്രെയിൻ ചെയ്യും. പക്ഷെ ഒരു ശതമാനം യൂറിൻ താഴേക്ക് വരും, ബാക്കിയുള്ളത് അവിടെ കെട്ടി നിൽക്കുന്നു. അതാണ് കിഡ്നിയിലോട്ട് അതിന്റെ പ്രഷർ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പുറത്തേക്ക് നിങ്ങൾക്ക് സിംറ്റംസ് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ പറയുമ്പോൾ റെഗുലർ ആയിട്ട് ഒരു അൾട്രാസൗണ്ട് എടുത്ത് തന്നെ ഈ ഹൈഡ്രോനെഫ്രോസിസ് ഉള്ള കുട്ടികളെ ഫോളോ അപ്പ് ചെയ്യണം. അപ്പൊ അതില് നമുക്ക് കുട്ടി യൂറിൻ ഒഴിക്കില്ല, നല്ലോണം ഒഴിക്കുന്നുണ്ട്, അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. കാരണം ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് പറഞ്ഞു വിടും. ഈ പറഞ്ഞ പോലെ പേടിയുള്ളത് കൊണ്ടും, പിന്നെ കുട്ടി യൂറിൻ ഒഴിക്കുന്നുണ്ട്, കുട്ടിക്ക് യാതൊരു പെയിനും ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കും. പിന്നെ നമ്മൾ 2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും സ്കാൻ ചെയ്യുക. അപ്പോഴേക്കും ആ കിഡ്നി ഓൾമോസ്റ്റ് അത് തിൻഡ് ഔട്ട് ആയി പോയിട്ടുണ്ടാവും. വളരെ റെയർ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പെയിനോ, അതിപ്പോ വയറുവേദന കുട്ടികളുടെ ഇടയ്ക്ക് പറയുന്നതുകൊണ്ട് നമ്മൾ അത്ര കാര്യമാക്കില്ല. അപ്പൊ പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ വരണം, അതും റയറാണ്. ഇതൊക്കെ വന്നാലേ നമ്മളൊരു സ്കാൻ ചെയ്ത് നോക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്, കാരണം നിങ്ങൾക്ക് സിംറ്റംസ് കിട്ടില്ല. അപ്പോൾ ഈ ഹൈഡ്രോനെഫ്രോസിസ് ഉള്ള കുട്ടികളെ നിങ്ങൾ എന്താണെങ്കിലും ഫോളോ അപ്പ് ചെയ്യണം. കാരണം അതങ്ങനെ ഹൈഡ്രോനെഫ്രോസിസ് ഫോളോ അപ്പ് ചെയ്തിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ യൂറിറ്റർ എന്ന് പറഞ്ഞ ട്യൂബിലേക്കും കൂടി ഡയലറ്റേഷൻ വരും. അപ്പൊ നമുക്ക് ബ്ലോക്ക് താഴെയാണോ അല്ലെങ്കിൽ യൂറിൻ തിരിച്ചു കയറുന്നുണ്ടോ എന്ന് നോക്കാൻ അടുത്ത ടെസ്റ്റിലോട്ട് പോകേണ്ടി വരും. അപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുക, അതൊരു കണ്ടീഷൻ. രണ്ടാമത്തത് ഞാൻ ഈ പറഞ്ഞ പോലെ റെഗുലർ ബവൽ ആൻഡ് ബ്ലാഡർ ഹാബിറ്റ്സ് എപ്പോഴും നമ്മളൊരു 6 മാസം കഴിയുമ്പോൾ തന്നെ പതുക്കെ പോട്ടിയിലോട്ട് പതുക്കെ ഇരുത്തി തുടങ്ങാം. ഈ പോട്ടി ട്രെയിനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
കാരണം അതുപോലെ ഡയറ്റും നല്ല പച്ചക്കറികളും അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റും മോഷൻ ഇരിക്കുന്ന പൊസിഷൻ മുതൽ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു ടോയ്ലറ്റിൽ ഒരു കുട്ടി ഇരിക്കുന്ന പൊസിഷൻ, കാല് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ബവൽ എത്ര നന്നായിട്ട് എംപ്റ്റി ചെയ്യുന്നു, അതനുസരിച്ചിട്ടാണ് ബ്ലാഡർ എംപ്റ്റിങ് വരിക. അപ്പൊ ഈ ഹോൾഡിങ് ഹാബിറ്റ്സ് നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കളിക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോഴൊക്കെ പിള്ളേർ ഹോൾഡ് ചെയ്യും. വൺസ് അവരത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. അപ്പൊ അതുകൊണ്ടാണ് യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ കോൺസ്റ്റിപ്പേഷൻ വന്നാലും പ്രശ്നം വെച്ചാൽ കുട്ടി ഒരു പ്രാവശ്യം പെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് അത് കറക്റ്റ് ആയിട്ട് അവൻ ടോയ്ലറ്റിൽ പോയില്ല, പിന്നെ അവനത് ഹോൾഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ പിന്നെ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വൃഷ്ണസഞ്ചിയിൽ ഉണ്ടാവുന്ന സൈസ് വ്യത്യാസമാണ്. അതിനെ ഞങ്ങൾ ഹൈഡ്രോസീൽ എന്ന് പറയും, അല്ലെങ്കിൽ അതൊരു ഹെർണിയയുടെ ഒരു വകഭേദമാണ്. അപ്പൊ അതും ഒരു സർജിക്കൽ കണ്ടീഷനാണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ കണ്ടീഷൻസ് കണ്ടു കഴിഞ്ഞാൽ, അതായത് എവിടെ മുഴ വന്നാലും, അതായത് ഇപ്പൊ നമ്മൾ യൂറിന്റെ ഹോള് എപ്പോഴും കുറച്ച് ബാക്കിലോട്ടാണെങ്കിൽ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം അതിന്റെ കറക്ഷൻ നമുക്ക് 1 ഇയർ ആകുമ്പോഴേക്കും ചെയ്യണം. കാരണം എന്നാലാണ് കുട്ടിക്ക് നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ദൂരേക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. വൃഷ്ണം ആണെങ്കിലും ഇതുപോലെ വൃഷ്ണം താഴെ ഇറങ്ങി വരാത്താണെങ്കിൽ നമ്മൾ ഒരിക്കലും കുറേ നാളത് വെയിറ്റ് ചെയ്തിരിക്കരുത്. അപ്പൊ അപ്പോഴേക്കും അതിന്റെ ആ ക്വാളിറ്റി ഓഫ് ടെസ്റ്റിസ് നഷ്ടപ്പെടും. അതിൽ ചിലപ്പോൾ ഫ്യൂച്ചറിൽ ട്യൂമർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം വൃഷ്ണത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ അത് 6 മാസം ആകുമ്പോൾ തന്നെ അതിന്റെ ഇവാലുവേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ യൂറിനറി ഇൻഫെക്ഷൻ, ഹൈഡ്രോനെഫ്രോസിസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന യൂറിനറി കണ്ടീഷൻസ്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രസന്റേഷൻ ഈസ് ഒരു യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കാം ഇതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം. ബാക്കിയെല്ലാം നമുക്ക് കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ ഇത്ര ചേഞ്ചസ് നോർമൽ ആയിട്ട് ഒരു കുട്ടിയിലേക്ക് നിന്ന് മാറിക്കാണുക. അതുപോലെ നിങ്ങൾ പിന്നെ അത് റയർ കണ്ടീഷനാണ്, ഞാനത് പറഞ്ഞു നമ്മളിപ്പോൾ വെറുതെ ഭയപ്പെടുത്തണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം കുട്ടിയുടെ വയറിൽ എന്തെങ്കിലും മുഴകൾ പോലെ കാണുകയാണെങ്കിൽ നമ്മൾ കിഡ്നിയിൽ വരുന്ന ഒരു ട്യൂമർ ഉണ്ട്, വിൽസ് ട്യൂമർ എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ ആണെങ്കിൽ നമ്മൾ അത് ഇടയ്ക്കൊന്ന് കുളിപ്പിക്കുമ്പോഴൊക്കെ നമ്മൾ വയറൊക്കെ തടവി നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു കല്ലിപ്പോ കാര്യങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു പീഡിയാട്രിഷ്യൻ ഡോക്ടറെ കാണുകയും അവര് നിങ്ങളെ കറക്റ്റായിട്ട് ഒരു സ്കാനിലോട്ടൊക്കെ ഗൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കുട്ടിയുടെ വയറിലോ അല്ലെങ്കിൽ എലിയുടെ ഭാഗത്തോ ഒക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു പീഡിയാട്രീഷ്യനെയാണ് ആദ്യം കാണിക്കേണ്ടത്. അതാണ് ഒരു കാര്യം ഞാൻ പറയുന്നത്. കാരണം എല്ലാ കണ്ടീഷൻസും നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കാനാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോൾ തന്നെ പീഡിയാട്രിഷ്യനെ കാണണമെന്നല്ല. ഓൾവേസ് പീഡിയാട്രീഷ്യൻ ഈസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട്. ആളാണ് ഒരു നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു ഫാമിലി ഫിസിഷ്യൻ. അപ്പൊ പീഡിയാട്രീഷ്യനെ ആദ്യം കാണുക. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് ഇങ്ങനെ കാര്യങ്ങൾ അവെയർ ആക്കുക എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇങ്ങനത്തെ ചില കണ്ടീഷൻസ് ഉണ്ട്, ഇതിന് ഇങ്ങനത്തെ ചില കോൺസിക്വൻസ് ഉണ്ട്. കറക്റ്റ് സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്താൽ കുട്ടിയുടെ ഫ്യൂച്ചർ എഫക്റ്റഡ് ആവാതിരിക്കുക. അതാണ് സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9 എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു കുട്ടീനെ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ചെയ്ത് വിട്ടില്ലെങ്കിൽ, കാരണം ആ കുട്ടിക്ക് ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് ഈ ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടത്. അപ്പൊ നമ്മൾ കറക്റ്റ് ടൈമിൽ അത് ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടെങ്കിലും ഉടനെ ഒരു പീഡിയാട്രീഷ്യനെ ചെന്ന് കാണുന്നത്. ഇപ്പോൾ ഡോക്ടറിന്റെ മുൻപിൽ ഇപ്പോൾ വരുന്ന ഈ കുട്ടികളിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒരു പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ ഈ ചൂടുകാലമാണ്, അപ്പോൾ കൂടുതലും ഈ യൂറിനറി ഇൻഫെക്ഷൻ തന്നെയാണോ അതോ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കണ്ടീഷൻസ് ആണോ ഇപ്പോൾ കൂടുതലായിട്ടും കുട്ടികളിൽ കണ്ടുവരുന്നത്? ഇപ്പം യൂറോളജിക്കലി പറയുകയാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ആണ് കൂടുതലും. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഞാൻ അതിന്റെ ഒരു കണക്ക് എടുത്തില്ല. എന്നാലും ഈ ഹൈഡ്രോനെഫ്രോസിന്റെ ഫോളോ അപ്സും നമുക്ക് ഒ പിയിൽ റെഗുലർ ആയിട്ട് വരാറുണ്ട്. ബിക്കോസ് എന്ന് വെച്ചാൽ അതൊരു കുറച്ചൊരു കോമൺ കണ്ടീഷനാണ് ഈ ഹൈഡ്രോനെഫ്രോസിസ്. അത് സർജറി ചെയ്യേണ്ടത് ഒരു 10-15% ഉണ്ടാവുള്ളൂ. പക്ഷെ ഡെയിലി ഒ പിയിൽ ഇതിന്റെ ഫോളോ അപ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും ഏകദേശം ഒരു ഈക്വൽ കാറ്റഗറിയിൽ പോകും. അതായത് നമ്മുടെ യൂറിനറി ഇൻഫെക്ഷനും പിന്നെ ഈ ഹൈഡ്രോനെഫ്രോസിസും. പിന്നെ ഉള്ളത് ഞാൻ ഈ കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു 5 years 6 yearsനൊക്കെ മുകളിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരിപ്പോ ഭയങ്കര അവര് തന്നെ ഒരു എന്താ പറയാ ഒരു അഡൽട്ടിനെ പോലെയാണ് അവർ ബിഹേവ് ചെയ്യുക. അപ്പൊ അവരോട് നമ്മളിങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ തന്നെ അവർ പറയുന്നത് എന്താ പറയാ, എത്ര പറഞ്ഞാലും ബാത്റൂമിലെ ടോയ്ലറ്റ്സ് ക്ലീൻ ആക്കുന്നില്ല, ഭയങ്കര സ്മെല്ലാണ്. പിന്നെ ഈ നമുക്ക് ബേസിക്കലി ഈ വി ഡോണ്ട് നോ ഹൗ ടു യൂസ് എ കോമൺ ടോയ്ലറ്റ്. അത് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. കാരണം നമ്മളിപ്പോ ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓൾവേസ് നമ്മുടെ പഴയ ഇന്ത്യൻ ടോയ്ലറ്റ് ആണ് ഏറ്റവും സേഫും ഏറ്റവും ഹൈജീനിക്കും. ബിക്കോസ് അതിൽ നമുക്ക് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യില്ല. അപ്പൊ മുമ്പ് പോണ കുട്ടി അവിടെ യൂറിനൊക്കെ ആക്കി വെച്ചിട്ട് പോകും. രണ്ടാമത് വരുന്ന കുട്ടി നമ്മളെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഹാബിറ്റിൽ നിന്ന് വരുന്ന കുട്ടികളാണ് എല്ലാവരും. അപ്പൊ അവർക്ക് ബാത്റൂമിൽ വെള്ളം അല്ലെങ്കിൽ ചെറിയ സ്മെല്ല് ഇതൊന്നും അവർക്ക് ശീലമില്ല. അപ്പം സ്കൂൾ അധികൃതരും കൂടി ഇതൊന്ന് ശ്രദ്ധിക്കണം എന്ന് ഒരു അപേക്ഷയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ, കാരണം അവരൊരു 7 to 12 year old ഗേൾസിലാണ് നമ്മൾ ഒ പിയിൽ ഇപ്പൊ കൂടുതലായിട്ട് ഈ ഡിസ്യൂറിയയും റിക്കറന്റ് യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ കാണുന്നത്. അപ്പൊ അതിൽ നമ്മൾ ചോദിച്ചു വരുമ്പോൾ വീടിനേക്കാളും കൂടുതൽ അവർ പറയുന്നത് അവര് സ്കൂളിലെ ടോയ്ലറ്റ്സിന്റെ
ഒരു 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 എന്താ പറയുക ഹൈജീനും അതിന്റെ നമ്പേഴ്സും ആണ് അവർക്ക് കൂടുതൽ പ്രശ്നം. അപ്പൊ അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ വെള്ളം കുടിക്കില്ല യൂറിൻ വരാതിരിക്കാൻ. അപ്പൊ പിന്നെ നമ്മുടെ ബാക്ടീരിയക്ക് അതാണ് വേണ്ടത്. ദെൻ ദിസ് ക്യാൻ ഗോ ഇൻ ടു ബ്ലാഡർ ചേഞ്ചസ് വിച്ച് ക്യാൻ ഫൈനലി എഫക്ട് ദ കിഡ്നി. അപ്പൊ ഇതെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. അതാണ് കുട്ടികളിൽ പൊതുവേ കാണുന്ന യൂറോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നത്. ഡോക്ടർ കിരണാണ് നമ്മളോട് ഇത്ര നേരം സംസാരിച്ച. ഡോക്ടർ വളരെ നന്ദി പരിപാടിയിൽ പങ്കെടുത്തതിന്. താങ്ക് യു. ആസ്ട്ര മെഡിസിറ്റിയിലെ പീഡിയാട്രിക് സർജറി ആൻഡ് പീഡിയാട്രിക് യൂറോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കിരൺ വി ആർ ആണ് നമ്മളോട് ഈ സംശയങ്ങൾ കുട്ടികളുടെ യൂറോളജിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കെല്ലാം നമുക്ക് മറുപടി തന്നത്. ഡോക്ടർ ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.